എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ട്യൂണത്തോരനാണ്. അപ്പൊ നമ്മുടെ ടിന്നിലൊക്കെ കിട്ടില്ലേ, ആ ട്യൂണയും കൊണ്ടുള്ള ഒരു അടിപൊളി തോരനാണ്. കഴിക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ട്യൂണയാണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടിൻ ട്യൂണയാണ് എടുക്കുന്നത്. ഇത് സൺഫ്ലവറിൽ ഇട്ട് വെച്ചിരിക്കുന്ന ട്യൂണയാണ്. അപ്പൊ എന്തിലിട്ട് വെച്ചിരിക്കുന്ന ട്യൂണയായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിലെ വെള്ളമാണെങ്കിലും ഓയിലാണെങ്കിലും അതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ട്യൂണ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വരാം. ഇപ്പൊ ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ പൊടിച്ചാൽ മതിയാകും. അപ്പോൾ നമ്മുടെ ട്യൂണ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ മിസ് ചെയ്യാതെ കൊണ്ടുവരുന്ന ഒരു സാധനമാണിത്. ഇപ്പോൾ പക്ഷേ ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഒരു ചെറിയ സവോള എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ തേങ്ങ കൂടുതൽ എടുത്താൽ കൂടുതൽ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഒരു ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സവോള ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ അധികം സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ടാണ് വേണ്ടെങ്കിൽ പച്ചമുളക് 2 എണ്ണം വരെ ഇട്ട് കൊടുക്കാം. ഈ സവോള ഒന്ന് പെട്ടെന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മങ്ങിയ കളറാകുമ്പോഴത്തേനും ഞാനിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തോരൻ നമ്മൾ ഉണ്ടാക്കുന്നത് മീൻകറി ഉണ്ടാക്കുന്ന സ്റ്റൈലിലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മീൻ കൂട്ടാത്തവർ പോലും കഴിച്ചു പോകുന്ന നല്ല അടിപൊളി തോരനാണ്. അപ്പോൾ ഇതിന്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേനും ഞാൻ ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ തീ ഇവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൊടികളെല്ലാം ഇട്ട് കൊടുത്തത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. പിന്നെ നമ്മുടെ പൊടികളിലെ പച്ചമണം മാറുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചും കൂടി ഒന്ന് വേവിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അത് കാണാനും സാധിക്കും. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടെ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ തക്കാളിയുടെ വേകുന്ന സമയമാണ് അതിന് ഏറ്റവും കൂടുതൽ വേണ്ട സമയം. അല്ലാതെ കുക്കിംഗ് ടൈം വളരെ കുറച്ച് മാത്രം മതി. കാരണം നമ്മുടെ ട്യൂണ ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ട്യൂണയാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കും. ആ ഒരു ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാനിത് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ ഇതെന്താ തേങ്ങാത്തോരനാണോ എന്ന് വിചാരിക്കില്ലേ, അതുകൊണ്ട് കുറച്ച് തേങ്ങ കുറച്ച് ചേർത്തതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ട്യൂണ നേരത്തെ ആക്കി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ട്യൂണ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, ട്യൂണ ഓൾറെഡി വെന്ത ട്യൂണയാണ്. അതിനധികം വേവൊന്നുമില്ല. നമ്മൾ മൂടി വെച്ച് വേവിക്കേണ്ടതൊന്നും ആവശ്യമില്ല. നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകും. ഇതെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ ട്യൂണത്തോരൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. കഴിക്കുന്നവർക്ക് ഇത് എന്താണെന്നൊന്നും അങ്ങനെ മനസ്സിലാവത്തൊന്നുമില്ല. അപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടതേ ഉള്ളായിരുന്നു. പിന്നെ ട്യൂണയിൽ ഇച്ചിരി ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ട്യൂണത്തോരൻ ഇവിടെ തയ്യാറാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.